നമസ്കാരം. കേരള PSC മെഡിക്കൽ ഡോക്ടേഴ്സിന്റെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി കിടപ്പുണ്ട്. അത് MBBS കഴിഞ്ഞ ഡോക്ടേഴ്സിനും ആയുർവേദം കഴിഞ്ഞ പിന്നെ ബാക്കി എല്ലാ സ്ട്രീമിലുള്ള ഡോക്ടേഴ്സിനും അവിടെ ജോബ് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയതൊന്നുമല്ല, ഇപ്പോൾ മെഡിക്കൽ ഓങ്കോളജി നിങ്ങൾക്ക് കാണിച്ചു തരാം. മെഡിക്കൽ ഓങ്കോളജിയിൽ ഒരു വേക്കൻസിയാണുള്ളത്. അതിന് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അവിടെ ഇന്റർവ്യൂ വേണ്ട, പരീക്ഷ വേണ്ട, വേറെ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ ഒന്നും അത് പറയുന്നില്ല. നിങ്ങൾ അപ്ലൈ ചെയ്യുക, സെൻഡ് യുവർ ആപ്ലിക്കേഷൻ, ഓൺ ടൈം രജിസ്ട്രേഷൻ ഇൻ ദ PSC, ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ ഉണ്ട്, അതിന് മുമ്പ് അയക്കുക. പിന്നെ അവരെങ്ങനെ സെലക്ട് ചെയ്തു എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം PSCയുടെ അവസ്ഥ എന്തെന്നുള്ളത്. അപ്പം എന്തിനാണ് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഡയറക്റ്റ് ഇന്റർവ്യൂവിനാണെങ്കിൽ ഡയറക്റ്റ് അങ്ങ് വിളിച്ചാൽ മതിയല്ലോ. DMEക്ക് ആണെങ്കിലും മറ്റേ THSനാണെങ്കിലും ഡയറക്റ്റ് വിളിക്കുക. PSC വഴി വിളിക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം മെഡിക്കൽ ഓങ്കോളജിക്ക് ആൾക്കാർ നോക്കുന്നുണ്ട്. പിന്നെ ഗ്യാസ്ട്രോ എൻട്രോളജി ആണെന്ന് തോന്നുന്നു, സർജറിയിൽ ഒരു വേക്കൻസി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അനാട്ടമിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് DMEയിലൊരു, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട്. അപ്പം PSC വഴി ജോലി തേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുവർണാവസരമാണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എനിക്ക് തോന്നുന്നു ജൂൺ ഫസ്റ്റ് വീക്കാണ് ഇതിന്റെ ലാസ്റ്റ് ഡേ ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാനിത് അറിയുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒരു ലിങ്ക് ഇങ്ങനെ ജസ്റ്റ് അയച്ചു തന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. അനാട്ടമി ഉണ്ട് അതിനകത്ത്. പിന്നെ ആയുർവേദത്തിൽ മൈക്രോബയോളജി, MSc BScയോ അതൊക്കെ മൈക്രോബയോളജി കഴിഞ്ഞവർക്കും ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ പല ജോലിയാണ്, പിയൂൺ ഉൾപ്പെടെ താഴോട്ടുള്ള ഒരുപാട് ജോലി കിടപ്പുണ്ട്. അതൊക്കെ എനിക്കറിയത്തില്ല, ഡയറക്റ്റ് ആണോ അതിന് ഇന്റർവ്യൂ വഴിയാണോ എടുക്കുന്നതെന്ന് അറിയത്തില്ല. അത് നോക്കി ചെയ്യാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ബാക്കി എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഡയറക്റ്റ് ആണോ ഇങ്ങനെ കേരളത്തിലെ ജോലിയിലേക്ക് ആൾക്കാർ കയറുന്നു എന്നുള്ള കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. എന്തായാലും ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ആൾക്കാർക്ക് ആരെങ്കിലുമൊക്കെ ജോലിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ PSCയിൽ കയറി അപ്ലൈ ചെയ്യുക. എനിക്ക് തോന്നുന്നു പാർട്ടി ബന്ധവും ക്യാഷൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് തോന്നുന്നു. കാരണം ഇതൊക്കെ ഡയറക്റ്റ് ആണ്. അതൊക്കെ ആരാണ് നിയമിക്കുന്നതെന്ന്, എങ്ങനെയാണ് അവർ നിയമിക്കുന്നതെന്ന് നമുക്കാർക്കും അറിയത്തില്ലല്ലോ. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ അനുഭവം ഞാൻ പറയാം. ഒരു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ കയറുന്ന സമയത്ത് ഞാൻ വെയിറ്റ് ലിസ്റ്റ് ആയിരുന്നു അവിടെ. ഒരുപാട് എന്നെക്കാളും നല്ല എന്താ പറയുക, നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ, ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച് വന്ന ആൾക്കാരൊക്കെ എന്നെക്കാളും നല്ല മാർക്ക് മേടിച്ചിട്ട് ഞാൻ ലിസ്റ്റ് നോക്കിയായിരുന്നു പലരും. അപ്പോൾ ആ ഒരു എല്ലാ കാര്യവും നമുക്ക് മനസ്സിലാവുമല്ലോ അന്ന് കണ്ടപ്പോൾ. അപ്പോൾ അതിൽ എൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ വെയിറ്റ് ലിസ്റ്റ് ആയിരുന്നു. അതിന് ശേഷമാണ് ആരോ 1-2 പേര് അത് എടുക്കാതെ പോയ സമയത്താണ് എനിക്ക് അവിടെ അവസരം കിട്ടുന്നത്, അങ്ങോട്ട് ജോലി ചെയ്യാൻ പോകുന്നതൊക്കെ. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, അപ്പം നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഒരു ഇന്റർവ്യൂവിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് അങ്ങ് അപ്പോയിൻമെന്റ് ആണെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയാത്ത കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ അധികം ഒന്നും പറയാത്തത്. എന്തായാലും PSCയിൽ ഞാൻ കണ്ട കാഴ്ചയാണ്. ഇതിപ്പം ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പം ആരെങ്കിലും ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ പോവാം, ഇതിലൂടെ അപ്ലൈ ചെയ്യാം. പെട്ടെന്ന് നല്ല ജോലിക്ക് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അത്രേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്.